ബിജുക്കുട്ടൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബിജുക്കുട്ടൻ, ഇത് അവിശ്വസനീയമാണ്. നമുക്ക് ഈ വാർത്ത വരുമ്പോൾ ഇത് ശരിയാണോ എന്ന് എല്ലാവർക്കും സംശയം തോന്നാവുന്ന തരത്തിൽ അവിശ്വസനീയമാണ് ഈ നവാസിന്റെ മരണവിവരം, അല്ലേ? സാറേ, സത്യമായിട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോ അത് കാരണം നമുക്ക് ഫ്ലവേഴ്സിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഷാജോണും ഞാനും നസർക്കായിട്ട്. ആ, അപ്പോഴാണ് ഇപ്പൊ ഈ വിവരം ഇങ്ങനെ അറിഞ്ഞത്. പക്ഷെ അത് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തൊട്ടടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിൽ. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷൂട്ട് കഴിഞ്ഞ് നമുക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും ഒരു ചെറുപ്പം ഉള്ള ആള് അത് തന്നെയല്ല, നമുക്ക് മിമിക്രി ആയിട്ടുള്ളൊരു ബന്ധം മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ ഗ്രൂപ്പിലൂടെ സംസാരിക്കുന്നതും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്ര വിഷമവും കാര്യങ്ങളൊക്കെ. അങ്ങ് വളരെ സജീവമായിരുന്നല്ലോ സിനിമയിൽ. ഇന്നും ഷൂട്ടിങ്ങിലായിരുന്നു. അതിനുശേഷമാണല്ലോ റൂമിലേക്ക് അതെ വന്നത്, ചോറ്റാനിക്കരയിലേക്ക് വന്നത്. അതെ 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 ഇന്നും ഷൂട്ടിങ്ങിലാണ്. ഇപ്പൊ ഒരുപാട് സിനിമകള്, നല്ല സിനിമകളും അതുപോലെ പഴയ പോലെ കോമഡി അല്ലാത്ത കുറേ നല്ല വേഷങ്ങൾ ഒരുപാട് സിനിമയിൽ വന്നിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കണാണ്. ആ സമയത്താണ് ഇങ്ങനെ വൈഫും നവാസുമായിട്ടുള്ളൊരു പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഒരു സിനിമ വൈഫിന് അവാർഡ് കിട്ടി. അതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടിരുന്നു. മറ്റുള്ള വേറെ നമുക്ക് ഒരു അസുഖമായിട്ട് കിടക്കുന്നത് ആരോഗ്യപരമായിട്ടും നന്നായിട്ട് ശരീരം ഒക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പിന്നെയും ഒരു വിശ്വാസം വന്നേനെ. പക്ഷെ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് നടക്കുന്ന ഒരാൾ, ഇന്നലെയെങ്കിലും സംസാരിച്ച ഒരാൾ ഇപ്പൊ വേർപെട്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര വിഷമം. ശരിയാണ് ബിജുക്കുട്ടൻ, അത് ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സുഹൃത്തുക്കൾ വിളിക്കുന്നവരൊക്കെ അതാണ് പറയുന്നത്. കാരണം നന്നായി ശരീരം നോക്കും, ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ച് ആ നിലയിലൊക്കെ ജീവിക്കുന്ന ആളായിരുന്നു കലാഭവൻ നവാസ്. അതിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമോ അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒന്നും ഉള്ള ആളായിരുന്നില്ല. അങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ പെട്ടെന്നാണല്ലോ നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്നത്. അതാണ് അങ്ങേയറ്റം അവിശ്വസനീയമാകുന്നത്, അല്ലേ? അത് തന്നെ, അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നേരത്തെ തുടങ്ങി തന്നെ ശരീരം നോക്കുന്ന ആളാണ്. ഇപ്പൊ ഇടക്കാലത്ത് വെച്ചിട്ട് അങ്ങനെ നമ്മളെ ഇപ്പൊ ഇന്ന് പുതുതായിട്ട് നമ്മളൊന്ന് ഈ ശരീരമൊക്കെ നോക്കാമെന്ന് കരുതിയ ആളാണ്. നേരത്തെ തുടങ്ങി ശരീരമൊക്കെ നോക്കുന്ന ആളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പോകാതെ ഇപ്പോഴും കുറച്ചുകൂടി കെയർ ചെയ്തിട്ട് സിനിമകളൊക്കെ വന്നത് കൊണ്ട് ഭക്ഷണം വരെയൊക്കെ ഭയങ്കര ക്രമീകരിച്ചാണ് കഴിക്കുന്നത്. മനസ്സിലായി. എന്നിട്ട് ശരി. കമന്റ് പറയാൻ പറ്റിയില്ലായിരുന്നു. ഓക്കെ സാർ, ഓക്കെ, അതെ, താങ്ക് യു. അതാണ് നമുക്ക് അതിൽ കൂടുതൽ എന്താണ്, സുഹൃത്തുക്കൾക്കൊന്നും അതിൽ കൂടുതൽ പ്രതികരിക്കാനും കഴിയുന്നില്ല. അവിശ്വസനീയമാണ് എല്ലാവരെ സംബന്ധിച്ചും. അങ്ങേയറ്റം അപ്രതീക്ഷിതമാണ് ഈ വിയോഗ വാർത്ത. കലാഭവൻ നവാസ് അന്തരിച്ചു. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്നും ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം റൂമിലെത്തിയതാണ്. അവിടെ വിശ്രമിക്കുന്നതിനിടെ അദ്ദേഹം കുഴഞ്ഞു വീണു എന്നാണ് മനസ്സിലാകുന്നത്. ഹൃദയാഘാതമാണ് എന്ന് പ്രാഥമികമായി അങ്ങനെ ഒരു നിഗമനമുണ്ട്. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം മരിച്ചു എന്നാണ് നമ്മളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.